നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഷ്ട്രപതി ഭവനിലും പേരുമാറ്റം. ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപ്, അശോക് ഹാൾ ഇനി അശോക് മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ രണ്ട് പ്രധാന ഹാളുകളുടെ പേരുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുനർനാമകരണം ചെയ്തു. ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേരുകളാണ് മാറ്റിയത്. ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപ് എന്നും അശോക് ഹാൾ ഇനി അശോക് മണ്ഡപ് എന്നും അറിയപ്പെടും. രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലനമാക്കുക എന്നതാണ് പേരുമാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. അർജുൻ മിഷൻ അനിശ്ചിതത്വത്തിൽ. ഇന്ന് ഡൈവിംഗ് നടക്കില്ല, നദിയിലെ കുത്തൊഴുക്ക് വെല്ലുവിളിയെന്ന് നാവികസേന. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ. 10ാം ദിവസത്തിലേക്ക് നീളുന്ന ദൌത്യത്തിന്റെ കാലാവസ്ഥ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ന് ഡൈവിംഗ് നടക്കില്ലെന്ന് ദൌത്യസംഘം അറിയിച്ചു. നദിയിലെ കുത്തൊഴുക്ക് വൻ വെല്ലുവിളിയാണെന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നദിയിൽ ഇറങ്ങുന്നത് അസാധ്യമാണെന്ന് നാവികസേന അറിയിച്ചു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. ഫോൺ 0484245555. നദിക്കടിയിലെ ട്രക്ക് അർജുന്റേത് തന്നെ സ്ഥിരീകരിച്ച് ദൌത്യസംഘം. കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി നദിയിൽ കണ്ടെത്തിയ ട്രക്ക് അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ച് ദൌത്യസംഘം. നദിയിൽ പുതഞ്ഞ അർജുന്റെ ലോറി കണ്ടെടുക്കാനുള്ള ദൌത്യം പുരോഗമിക്കുകയാണ്. നദിയോട് ചേർന്ന് ഐബോർഡ് ഡ്രോൺ പറത്തി പരിശോധന നടത്തുകയാണ്. പുഴയ്ക്കടിയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകും. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ലെന്നാണ് നാവികസേന അറിയിക്കുന്നത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി വിദ്യാർത്ഥികളുള്ള സ്കൂൾ ബസ് തടഞ്ഞത് 2 മണിക്കൂർ. MVD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വിദ്യാർത്ഥികളുമായി എത്തിയ സ്കൂൾ ബസ് പരിശോധനയുടെ പേരിൽ 2 മണിക്കൂറോളം തടഞ്ഞുവെച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി ഉത്തർപ്രദേശ്. റീജിയണൽ ഇൻസ്പെക്ടറാണ് അസിസ്റ്റന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കെതിരെ നടപടിയെടുത്തത്. ചിത്രക്കൂടിൽ വെച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ കാലതാമസത്തിനാണ് നടപടി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. അർജുൻ മിഷൻ മര്യാദയില്ലാത്ത പ്രചാരണം നടക്കുന്നുവെന്ന് VD സതീശൻ.
കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മര്യാദക്കെട്ട പ്രചാരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ കണ്ടെത്തിയിട്ടില്ല. കവളപ്പാറയിൽ എത്രയോ പേരെ തിരിച്ചു കിട്ടാനുണ്ടെന്നതൊക്കെ മറന്നുപോയി. കർണാടകത്തിലെ കാർവാർ MLA ഇതുവരെ ആ സ്ഥലത്തു നിന്നും മാറിയിട്ടില്ല. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്ത് ശ്രമകരമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നീറ്റ് പരീക്ഷ 4 ലക്ഷം പേർക്ക് 5 മാർക്ക് നഷ്ടമായി. 1ാം റാങ്കുകാർ 17ആയി. പുതിയ റാങ്ക് പട്ടിക പുറത്ത്. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുതുക്കിയ റാങ്ക് പട്ടിക NTA പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയവരുടെ മാർക്ക് തിരുത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. 4 ലക്ഷം പേർക്ക് സുപ്രീം കോടതി തീരുമാനപ്രകാരം 5 മാർക്ക് കുറഞ്ഞു. ഇതോടെ മുഴുവൻ മാർക്കോടെ 1ാം റാങ്ക് നേടിയവരുടെ എണ്ണം 67-ൽ നിന്നും 17ആയി. 1ാം റാങ്ക് കിട്ടിയ 40 പേർക്കാണ് സുപ്രീം കോടതി ഇടപെടൽ പ്രകാരം 5 മാർക്ക് നഷ്ടമായത്. സമയം കിട്ടിയില്ലെന്ന കാരണത്താൽ 6 പേർക്ക് നൽകിയ ഗ്രേസ് മാർക്കും നേരത്തെ ഒഴിവാക്കിയിരുന്നു. സുരക്ഷാ ഭീഷണിയുള്ള പ്രധാന വ്യക്തികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണം നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള പ്രധാന വ്യക്തികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും DGPമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൈമാറി. തിരഞ്ഞെടുപ്പ് റാലിക്കിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടി. മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിൽ 4 മരണം. രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ കനത്ത മഴ. മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ മാത്രം ഇന്ന് 4 പേർ മരിച്ചു. നദികളും തടാകങ്ങളും കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ബദ്രിനാഥ് ദേശീയപാതയിലും റായ്ഗഡ് പൂനെ റോഡിലും മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂനമർദ്ദ പാത്തി 5 ദിവസം ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ 29 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.